ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം നല്ല ആടുകൾ എന്നതിനെ പറ്റിയാണ്. നല്ല ഇടയൻ എന്ന വിഷയത്തിൽ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശോ നല്ല ഇടയനാണ് എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നല്ല ആടുകൾ ആരാണ് എന്നതിനെ പറ്റിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഏതാനും കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, നല്ല ആടുകൾ യഥാർത്ഥ വാതിലിലൂടെ പുറത്തേക്ക് പോവുകയും അകത്തേക്ക് വരികയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഒരു മനുഷ്യന് പ്രവേശിക്കാനുള്ള ഏക വാതിൽ യേശു ക്രിസ്തു ആണ് എന്ന് ദൈവത്തിൻ്റെ വചനവും സഭയും നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസ് ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്, ആകാശത്തിന് താഴെ നമ്മുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്ന് വീണുപോയ സമയത്ത് തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും നഷ്ടപ്പെട്ട സമയത്ത് തന്നെ മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പിതാവായ ദൈവം ഈ വാതിലിനെ പറ്റി പറയുന്നുണ്ട്. സ്ത്രീയുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിൽ ശത്രുത ഞാൻ ഉളവാക്കും, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ദൈവമായിട്ട് മനുഷ്യന് ഇനി ഒരിക്കൽ കൂടി ഒരു കൂട്ടായ്മയിൽ ആഴമായ ബന്ധത്തിൽ വരുവാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, അത് സ്ത്രീയുടെ സന്തതിയാണ്. നല്ല ആടുകൾ ഈ വാതിലിനെ തിരിച്ചറിയുന്നു. ഈ വാതിലിലൂടെ ദൈവത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നു. ഈ വാതിലിലൂടെ ദൈവരാജ്യത്തിൻ്റെ എല്ലാ മഹത്വവും അനുഭവിച്ചറിയുന്നു. ഞാനിത് പ്രത്യേകിച്ച് പറയാനായിട്ട് കാരണം, ഒരു ദൈവവിശ്വാസം ഇല്ലാത്തവരും ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു, അതായത് അവരുടെ കണ്ണുകളെ അടച്ച് ഒരു പോയിന്റിലേക്ക് കുറേ സമയം നോക്കിക്കൊണ്ടിരുന്നാൽ തലച്ചോറിൻ്റെ അകത്ത് ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിക്കുകയും ഏതാനും അനുഭവങ്ങൾ ആ വ്യക്തികൾക്കുണ്ടാവുകയും ചെയ്യും. ഇതിന് പ്രത്യേകിച്ച് ദൈവവിശ്വാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളൊരു മുറിയിൽ വെറുതെ വാതിലടച്ചിട്ടിരുന്ന് അവിടുത്തെ ഭിത്തിയിൽ ഒരു വട്ടം വരച്ചിട്ട് നടുക്ക് കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ, ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ എന്താണ്ടൊക്കെ കാണുന്നത് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഇതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ആത്മീയ അനുഭവമല്ല, നമ്മുടെ സോൾ എന്ന് പറയുന്ന, നമ്മുടെ ദേഹി എന്ന് പറയുന്ന പാർട്ടിൻ്റെ അതിനെ ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. ദൈവത്തിൽ വിശ്വാസം പോലും ഇത് ചെയ്യുവാൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, യഥാർത്ഥ ദൈവാനുഭവം കിട്ടുവാൻ അരൂപിയായ ദൈവത്തെ, അഭിഷേകമായി കടന്നു വരുന്ന ദൈവത്തെ, പരിശുദ്ധാത്മാവായി കടന്നു വരുന്ന ദൈവത്തെ അതിൻ്റെ മുഴുവൻ സൗന്ദര്യത്തോടും അതിൻ്റെ മുഴുവൻ മഹത്വത്തോടും കൂടെ അനുഭവിച്ചറിയുവാൻ യേശു എന്ന വാതിലിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഞാനിന്ന് ഈ വിഷയം എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം ഈശോ പറഞ്ഞ കാണാതായ ആടുകളുടെ ഉപമയാണ്. അതിൽ 99 ആടുകളും കൃത്യമായ വാതിലിലൂടെ അകത്തേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്തപ്പോൾ ഒരാട് മാത്രം തനിക്കിഷ്ടമുള്ള ഒരു വാതിലിലൂടെ പുറത്തേക്ക് പോകുന്നു. അത് യഥാർത്ഥ വാതിലിലൂടെ പോകുന്നതിന് പകരം തനിക്ക് തോന്നിയ ഒരു വാതിലിലൂടെ പുറത്തേക്ക് ചെല്ലുകയും മുൾപടർപ്പുകളിൽ ചെന്ന് കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുകയാണ്. ഈ ആടിനെയാണ് കാണാതെ പോയ ആട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇടയൻ നല്ലതായാൽ മാത്രം പോരാ. നമ്മൾ സാധാരണ 23-ാം സങ്കീർത്തനം നമ്മുടെയൊക്കെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിലും നമ്മൾ തനിച്ചായിരിക്കുമ്പോഴൊക്കെ ചൊല്ലാറുണ്ട്. എന്നിട്ട് പറയാറുണ്ട്, എന്തൊരു മനോഹരമായ സങ്കീർത്തനമാണ്, ഇതിലുള്ള എല്ലാ അനുഗ്രഹവും എനിക്കുള്ളതാണ്, പച്ചയായ പുൽപ്പുറങ്ങൾ എനിക്കുള്ളതാണ്, പ്രശാന്തമായ ജലാശയം എനിക്കുള്ളതാണ്, വിരുന്ന് എനിക്കുള്ളതാണ്, എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോയാലും കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും, കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സത്യത്തിൽ സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന ഈ ഇടയ സങ്കീർത്തനം
നമ്മൾ ഇടയനെ പറ്റിയാണ് സാധാരണയായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇടയൻ മുന്നോട്ട് പോയി പച്ച പുൽപ്പുറങ്ങൾ കാണിച്ചു തരാൻ ഇടയൻ തൻ്റെ വടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടയൻ്റെ പിന്നാലെ പോകുന്ന ആടും കൂടെ തീരുമാനിക്കണം, ഞാൻ ഈ ഇടയൻ്റെ പിന്നാലെ പോകണമോ വേണ്ടയോ. ആട് മറ്റൊരു വഴിയിലൂടെ പോകാൻ തീരുമാനിച്ചാൽ, മറ്റൊരു വാതിലിലൂടെ പോകാൻ തീരുമാനിച്ചാൽ 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാഗ്ദാനവും ആടുകൾക്കുള്ളതല്ല. പച്ച പുൽപ്പുറവും പ്രശാന്തമായ ജലാശയവും അഭിഷേക തൈലവും വിരുന്നൊരുക്കുന്ന അനുഭവവും ഒരാടിനും ഉള്ളതല്ല. ഇടയൻ ഇതെല്ലാം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിലും അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. ഈ ആടുകൾ ഇടയൻ്റെ പിന്നാലെ പോകുന്ന നല്ല ആടുകളാണെങ്കിൽ മാത്രമേ, ശരിയായ വാതിലിലൂടെ പോകുന്ന ആടുകളാണെങ്കിൽ മാത്രമേ ശരിയായ ദൈവാനുഭവം കിട്ടത്തുള്ളൂ. ഞാനൊരിക്കൽ എന്നെ കാണാൻ വന്നൊരു ചെറുപ്പക്കാരൻ്റെ കാര്യം ഓർക്കുകയാണ്. യേശുവിനെ ദർശനത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ച് ഇവൻ തെറ്റായ ഒരു മാർഗത്തിലേക്ക് വരിക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ ടെക്നിക്കിലേക്ക് വരികയാണ്. ഒരു പോയിന്റിലേക്ക് അവൻ്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ഇവൻ മെഡിറ്റേഷൻ ടെക്നിക്കിലേക്ക് വരികയാണ്. മനസ്സ് മുഴുവൻ ഇങ്ങനെ ശ്രദ്ധിച്ച് യേശുവിനെ ദർശനത്തിൽ കാണണം എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഒരു 3 മാസം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ യേശുവിനെ ദർശനത്തിൽ കാണാൻ തുടങ്ങി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. യേശു പിന്നെ ദർശനത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. 24 മണിക്കൂറും യേശു മുമ്പിൽ നിൽക്കുകയാണ്. രാത്രി കിടക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും യേശു മുമ്പിൽ നിൽക്കുകയാണ്. ആഹാരം കഴിക്കുമ്പോൾ പ്ലേറ്റിൻ്റെ മുകളിൽ യേശു മുൻപിൽ നിൽക്കുകയാണ്. 24 മണിക്കൂറും യേശു മുൻപിൽ നിൽക്കുക. ഉറങ്ങാൻ പറ്റുന്നില്ല. യേശുവിൻ്റെ പിന്നിൽ കുറേ നക്ഷത്രങ്ങളും ചന്ദ്രനും കുറേ പ്രകാശവും ഒക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തിലുള്ള യേശു അല്ല. ഇത് മൈൻഡിൻ്റെ ഒരു പ്രൊജക്ഷൻ മാത്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അനേക വ്യക്തികൾക്ക് അറിവില്ലാത്തത് മൂലം ഒടുവിൽ ഇവർ മാനസിക രോഗികളായിത്തീരുകയും കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിന് തന്നെ ചിലപ്പോഴെങ്കിലും ഒരുപാട് പഴി കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തെറ്റായ മാർഗങ്ങളിലൂടെ ദർശനങ്ങൾ ഉണ്ടാക്കുവാൻ പോയാൽ അത് വിഷ്വൽ ഹാലൂസിനേഷൻ എന്നറിയപ്പെടുന്ന ഒരു മാനസിക രോഗത്തിലേക്ക് കടന്നു ചെല്ലുകയും ഒടുവിൽ നമ്മൾ ചികിത്സ എടുക്കേണ്ടതായിട്ട് വരും. ദർശനങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് യേശുവാണ് തരേണ്ടത്. നാം ദൈവത്തെ ആരാധിച്ച് സ്നേഹിച്ച് പോകുമ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും ഒരു ദർശനം തരാൻ ദൈവത്തിന് സാധിക്കും. പക്ഷെ നമ്മൾ ദർശനങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് തെറ്റായ ഒരു വാതിലാണ്, അത് നമ്മളെ മുൾപ്പടർപ്പിൽ കൊണ്ടുവന്നെത്തിക്കും, നാം തകർന്നു പോകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ധ്യാനങ്ങൾ കൂടുമ്പോൾ ധ്യാനഗുരുക്കന്മാർ പറയുന്നു, അതാ ഞാൻ യേശുവിനെ കാണുന്നു, അതാ ഞാൻ മാതാവിനെ കാണുന്നു. അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. നമ്മളിത് കേട്ടിട്ട് ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ മാനസിക രോഗികളായി പോകും. അതുകൊണ്ട് യേശു പറയുന്നു യഥാർത്ഥ വാതിലിലൂടെ കടന്നു വരാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായി നല്ല വാതിൽ നമ്മൾ ആദ്യം കേട്ടു. രണ്ടാമതായിട്ട് നല്ല ആടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം തിരിച്ചറിയുന്നു. ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഒരു പുതിയ നിയമവിശ്വാസിയായ എനിക്കും നിങ്ങൾക്കും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പുതിയ നിയമത്തിൽ ഒരേ സമയം പുരോഹിതനും ഒരേ സമയം പ്രവാചകനും ഒരേ സമയം രാജാവുമാണ്. ഇത് ഒത്തിരി പേർക്ക് അറിയത്തില്ല. പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൻ്റെ കീഴിൽ എന്നെയും നിങ്ങളെയും പോലത്തെ ഒരു വിശ്വാസിക്ക്, ഒരു സാധാരണ മനുഷ്യന് ദൈവത്തിൻ്റെ അടുത്തോട്ട് ഒരിക്കൽ പോലും നേരിട്ട് ചെല്ലാൻ പറ്റുകയില്ല. ഒന്നുകിൽ ഒരു പുരോഹിതൻ വേണം, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ വേണം, അല്ലെങ്കിൽ ഒരു രാജാവ് വേണം, അഭിഷേകം കിട്ടിയ ഒരു രാജാവ് വേണം. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ വലിയ ഒരു വേദനയായിരുന്നു. അതുകൊണ്ടാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം തൻ്റെ മനസ്സ് തുറന്നു വയ്ക്കുകയാണ്, എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം അഭിഷേകം, പ്രവാചകന്മാർക്ക് മാത്രം അഭിഷേകം, ദാവീദിനെ പോലത്തെ രാജാക്കന്മാർക്ക് മാത്രം അഭിഷേകം, അൽമായർക്ക് ഒന്നുമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ
യേശുവിൻ്റെ മനസ്സ് ദൈവം പഴയ നിയമത്തിലേ കാണിച്ചു തരുന്നുണ്ട്. അവസാന നാളുകളിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കുരിശുമരണത്തിനും ഉയർപ്പിനും ശേഷം പെന്തക്കോസ്ത തിരുനാളോടുകൂടി സ്വർഗത്തിൽ നിന്നും ആത്മാവ് അഗ്നി പോലെ എഴുന്നള്ളി വരുമ്പോൾ എന്നെയും നിങ്ങളെയും പോലുള്ള കുടുംബജീവിതം നയിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും കൂലിപ്പണി എടുക്കുന്നവർക്കും ഏത് ജോലി ചെയ്യുന്നവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും ഉള്ളവർക്കും പാവപ്പെട്ടവനും പണക്കാരനും ഏത് രാജ്യക്കാരനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വല്യപ്പച്ചന്മാർക്കും എല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അത് തൻ്റെ സ്വപ്നമാണെന്ന് ദൈവം പറയുന്നു. എന്തിനാണെന്നറിയാമോ? 24 മണിക്കൂറും ദൈവത്തിൻ്റെ മനസ്സ് നമുക്കറിയാൻ പറ്റും. നമ്മൾ ശരിക്കും അഭിഷേകത്തിലാണെങ്കിൽ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സറിയുക തന്നെ ചെയ്യും. നമുക്കകത്ത് ഉള്ളിൽ കൃത്യമായിട്ട് ആത്മാവിൽ മനസ്സിലാകും നമ്മൾ ഈ ചെയ്ത കാര്യം ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ഏതോ ഒരു ജോലിക്ക് പോകാനായിട്ട് ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഒരു പ്രത്യേക കമ്പനിയിലേക്ക് പോകാൻ പോവുകയാണ്, നമുക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ രാവിലെ പ്രാർത്ഥിച്ച് നമ്മുടെ പെട്ടിയുമെടുത്ത് ഈ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് പടി ഇറങ്ങുമ്പോൾ തൊട്ടേ ഉള്ളിൽ ഒരു വലിയ കരിങ്കല്ലെടുത്ത് വെച്ചതുപോലത്തെ ഒരു ഭാരം വരികയാണ്. നമ്മൾ ഓർക്കുന്നത് ഇതെന്താ പ്രശ്നം, എന്താണ് ഈ കുഴപ്പം, എനിക്ക് പ്രത്യേകിച്ച് ഒരു അസ്വസ്ഥതയുമില്ല, എവിടെ നിന്നാണ് ഈ ഭാരം വരുന്നത്? ഇതാണ് ദൈവം പറയുന്നത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ സഞ്ചരിക്കുമ്പോൾ പിന്നിൽ നിന്ന് നിന്റെ ആന്തരിക മനുഷ്യൻ്റെ കാതുകൾ ഒരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തൻ്റെ മാർപ്പാപ്പ സ്ഥാനം രാജിവെച്ചുകൊണ്ട് വിശ്രമ ജീവിതത്തിലേക്കും പുസ്തകം എഴുതുന്ന ശുശ്രൂഷയിലേക്കും മടങ്ങിയപ്പോൾ പത്രക്കാർ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് ചോദിച്ചു, പരിശുദ്ധ പിതാവ് എന്തുകൊണ്ടാണ് മാർപ്പാപ്പ സ്ഥാനം രാജിവെച്ചത്? അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പത്രക്കാർ തിരിച്ചു ചോദിച്ചു, ദൈവം അങ്ങേക്ക് പ്രത്യക്ഷപ്പെട്ടാണോ ഇത് പറഞ്ഞത്? അപ്പോൾ ബെനഡിക്റ്റ് മാർപ്പാപ്പ ഉത്തരം കൊടുത്തതാണ്, ഞാൻ ദൈവത്തിൻ്റെ ദർശനം കണ്ടില്ല, എന്നാൽ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തിൻ്റെ കൃത്യമായ സ്വരം കേൾക്കുകയാണ്, നിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാനുള്ള സമയമായി, അടുത്ത ആൾക്ക് നീ വഴിമാറിക്കൊടുക്കുക, നീ വിശ്രമ ശുശ്രൂഷയിലേക്ക് പോവുക, പുസ്തകങ്ങൾ എഴുതുന്ന ശുശ്രൂഷയിൽ വ്യാപരിക്കുക, നീ മാറുക. ഇതെവിടെ നിന്നാണ് വന്നത്? ഇതാണ് ആത്മീയ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുന്നു, ദൈവത്തിൻ്റെ ബോധ്യങ്ങൾ തിരിച്ചറിയുന്നു. എനിക്കറിയാവുന്ന ഒരു സാധാരണ നേഴ്സ് പെൺകുട്ടിയുണ്ട്. ജനറൽ നേഴ്സിംഗ് പാസ്സായ ഒരു പെൺകുട്ടിയാണ്, എന്നാൽ ഒരുപാട് പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയാണ്, വിദേശത്താണ്. അവൾ നേഴ്സിംഗ് സ്കൂളിൽ വെച്ചൊരു കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ യേശുക്രിസ്തുവിനെ അറിഞ്ഞു. വിശുദ്ധ ജീവിതത്തിനായിട്ട് അവൾ ഒരുപാട് കൊതിച്ചു. അവൾ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഒരുപാട് പ്രാർത്ഥിക്കുന്ന, സ്നേഹമുള്ള, വിശുദ്ധിയുള്ള, പാവങ്ങളെയൊക്കെ സഹായിക്കാൻ മനസ്സുള്ള, പിശുക്കനല്ലാത്ത ഒരു ഭർത്താവിനെ വേണം എനിക്ക് തരാൻ. എനിക്ക് ഒരുപാട് പാവങ്ങളെയൊക്കെ സഹായിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനൊന്നും തടസ്സം ഉണ്ടാക്കാത്ത നല്ല മനസ്സുള്ള ഒരു ഭർത്താവിനെ വേണം എനിക്ക് തരാൻ കേട്ടോ. അതുകൊണ്ട് നിൻ്റെ മനസ്സ് എനിക്ക് അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരേ സമയം പുരോഹിതനും പ്രവാചകനും രാജാവുമാണ്. അതുകൊണ്ടാണ് ബൈബിൾ വിളിക്കുന്നത് നിങ്ങൾ രാജകീയ പുരോഹിത ഗണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ പ്രവചനവരത്തിന് വേണ്ടി തീഷ്ണമായി ആഗ്രഹിക്കും. ഇതെല്ലാം ദൈവം നമുക്ക് തരികയാണ്. അപ്പോൾ ഈ പെൺകുട്ടി കർത്താവിൻ്റെ മനസ്സറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ കടന്നു. അവൾക്ക് 24 വയസ്സായ സമയത്ത് ഒരു ദിവസം അവൾ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ മുറിയിലിരുന്ന് പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഒരു ദർശനത്തിൽ ഒരു കാര്യം കാണുകയാണ്. ഒരു മഞ്ഞ ഷർട്ടിട്ട്, മഞ്ഞ എന്ന് പറഞ്ഞാൽ സാധാരണ പുരുഷന്മാർ ഇടാത്ത നിറത്തിലുള്ള കടുപ്പ് മഞ്ഞ നിറത്തിലുള്ള ഒരു ഫുൾ സ്ലീവ് ഷർട്ടും ഒരു വലിയ കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ വന്ന് തൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ പെണ്ണ് കാണാൻ വരുന്നിട്ട് കാണുകയാണ്. ഈ പെട്ടെന്ന് ഇതിൻ്റെ അകത്തുനിന്ന് സുബോധത്തിലേക്ക് കടന്നു വന്ന് ഇവൾ അത്ഭുതപ്പെട്ടു. ദൈവമേ, ഏതെങ്കിലും ചെറുക്കന്മാർ പെണ്ണ് കാണാൻ നേരത്ത് കഠിനമായ കട്ട നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള ഷർട്ടും ഈ വലിയൊരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ഏതെങ്കിലും ചെറുക്കന്മാർ ഈ കാലഘട്ടത്തിൽ പെണ്ണ് കാണാനായിട്ട് വരുമോ? അപ്പോൾ ഇവളുടെ മനസ്സിൽ ഈ രൂപം നിൽക്കുകയാണ്. അന്ന് വൈകിട്ടൊരു ചെറുപ്പക്കാരൻ വന്നു, വേറെ ഏതോ ഷർട്ടൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒന്നും വയ്ക്കാതെ വന്നത്. ഇയാളെ കണ്ടപാടെ തന്നെ ഇവൾ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ ചെറുക്കന്മാർ ഇവൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ചോദിച്ചടി, ഇപ്പോൾ ഒരു 8-10 ആയി, ഇത് എങ്ങോട്ടായി പോകാൻ പോകുന്നത്, നീ ആരാന്ന വിചാരം? അല്ല അപ്പച്ച, അത് കൃത്യമായിട്ട് വരും അപ്പച്ചാന്ന് പറഞ്ഞു. ആർക്കും ഇവളെ പിടികിട്ടുന്നില്ല. ഒരു ദിവസം ഇവൾ ദർശനത്തിൽ പ്രഭാതത്തിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് കുടുംബത്തെ നന്നായിട്ട് അറിയാം. ഈ ചെറുപ്പക്കാരൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു മകനാണ്, ഒരുപാട് എളിമയുള്ള, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന, സൗദി അറേബ്യയിൽ അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മകനാണ്. അപ്പോൾ അവൻ വിവാഹം കഴിക്കാൻ നേരത്ത് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്,
ഞാൻ കടുത്ത നിറത്തിലുള്ള ഒരു മഞ്ഞ ഫുൾ സ്ലീവ് ഷർട്ടും ഒരു വലിയ കടുപ്പമുള്ള കൂളിംഗ് ഗ്ലാസും വെച്ച് ഞാൻ ചെന്നാൽ ഒരു പെണ്ണും മിക്കവാറും എന്നെ കാണുമ്പോൾ തന്നെ സ്വീകരിക്കാനുള്ള സാധ്യതയില്ല, ഓടിക്കളയും. ഞാൻ ഈ രൂപത്തിൽ ചെന്നിട്ടും എന്നെ ഇവൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവൾക്ക് നല്ലൊരു ഹൃദയമുണ്ടെന്നാണ്. അതുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാം. അപ്പം രാവിലെ അപ്പച്ചൻ്റെ കൂടെ പെണ്ണ് കാണാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പച്ചൻ ചേട്ടാ മോനെ, ഇത് ലോകത്ത് ആരെങ്കിലും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽപ്പെട്ടവർ ഇങ്ങനെ പെണ്ണ് കാണാൻ പോവൂ? ഇത് എന്ത് രൂപമാണിത്? നീ എന്ത് സിനിമയിൽ പാട്ടുപാടി ഡാൻസ് കളിച്ച് തുള്ളിച്ചാടാൻ പോവാണോ, അതോ ഇത് മിമിക്രി കാണിക്കാൻ പോവാണോ? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അപ്പച്ചനൊന്നും മിണ്ടാതിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കടുത്ത നിറത്തിലുള്ളൊരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഈ വലിയൊരു ഫുൾ സ്ലീവ് ഷർട്ടും ഒക്കെ ഇട്ട് ഇവൻ മുടിയൊക്കെ പാറി പറത്തി രാവിലെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ദൂരെ നിന്ന് ഇടവഴിയിലൂടെ ഈ ബൈക്ക് വച്ചിട്ട് അപ്പച്ചനും മകനും കൂടി ഇങ്ങോട്ട് വരുന്ന കാഴ്ച കണ്ടിട്ട് പെണ്ണിൻ്റെ അപ്പൻ പറഞ്ഞു, അയ്യോ നമ്മുടെ വീട്ടിലേക്ക് ഇതുപോലത്തെ ഒരു കോലത്തെ കണ്ടിട്ടില്ല, എടി നീ നോക്കിക്കേ ജനലിൽ കൂടെ. ഇവിളി വെച്ച് എന്താ അപ്പച്ച, ദാ ഇത് എന്തുവാടി ഇത്, സിനിമയിൽ ഡ്രാമയിലൊക്കെ നമ്മൾ കോമാളി വേഷം കെട്ടുന്ന പോലെ തുരുത്തൻ്റെ ഇവിടെ വരും. ദൈവമേ, ഇവനൊക്കെ കത്തോലിക്ക സഭയുടെ ഉണ്ടായിപ്പോയല്ലോ, ഇവനൊന്നും ആദ്യ കുർബാന സ്വീകരിച്ചിട്ടുണ്ടാകത്തില്ല. ഇവൾ ജനലിലൂടെ നോക്കുമ്പോൾ ഇവൻ കൂളിംഗ് ഗ്ലാസും വെച്ച് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇവളിത് കണ്ടപാടെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച കല്യാണം ഉറപ്പിച്ചേക്കാൻ പറഞ്ഞു. അപ്പച്ചൻ ചോദിച്ചു, എൻ്റെ പൊന്നു മോളെ, എത്രയോ നല്ല ചെറുപ്പക്കാർ ഇവിടെ കാണാൻ വന്നു, അവരോടൊക്കെ നീ സംസാരിച്ചു പോലും ഇല്ല, അതിനു മുമ്പേ തന്നെ അവരെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇതാ ഒരുത്തം വന്നു, ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ കല്യാണം ഉറപ്പിച്ചേക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? അപ്പച്ച, ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സ് എനിക്ക് കാണിച്ചു തന്ന ചെറുക്കൻ ഇതാണ്. അപ്പച്ച ഇതങ്ങ് ഉറപ്പിച്ചേക്കാൻ പറഞ്ഞു. വീട്ടിൽ ആർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ഇവളുടെ പിടിവാശിക്ക് മുമ്പിൽ ഈ വിവാഹം നടക്കുകയാണ്. ഞാൻ അവരുടെ ഭവനത്തിൽ പോയി. അവർ വിദേശ രാജ്യത്ത് 2 പേര് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു. ഇവിടെ നേഴ്സാണ്. ഒരുപാട് പ്രാർത്ഥിക്കുന്ന കുടുംബം. ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛനൊക്കെ ആ രാജ്യത്ത് ചെല്ലുമ്പോൾ ഇവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. നായ്ക്കമ്പറമ്പിലച്ഛൻ താമസിച്ചിട്ടുള്ള വീടാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവരെന്നോട് പറഞ്ഞൊരു ചരിത്രം ഇതാണ്. ഞാൻ ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. ഒരുപാട് തവണ ഞാൻ ആ ചെറുപ്പക്കാരനുമായിട്ട് അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. വളരെ വിശുദ്ധനായ, എളിമയുള്ള, അല്പം പോലും ദേഷ്യപ്പെടാത്ത, ജീവിത പങ്കാളി അല്പം പോലും വേദനിപ്പിക്കാത്ത, പാവങ്ങളെ കാണുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന തരത്തിലുള്ള മനസ്സലിവുള്ള ഒരു ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർണ്ണ ഹൃദയത്തോടെ ഒരു ആട് ഇടയൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ ആടിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഇറങ്ങി വരുന്ന ഇടയൻ്റെ ശബ്ദം അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണ്. അവൾ എന്നോട് പറയാണ്, ഡോക്ടറെ, എൻ്റെ ഭർത്താവിനെ പോലത്തെ ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ? പുരോഹിതന്മാരുടെ ഇടയിൽ കാണത്തില്ല, വചനപ്രഘോഷകരുടെ ഇടയിൽ കാണത്തില്ല, കർദിനാളന്മാരുടെ ഇടയിൽ കാണത്തില്ല. എൻ്റെ ഭർത്താവാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യൻ. അവൾ അഭിമാനത്തോടെ പറയുകയാണ്. കാണുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ബോധ്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ തിരിച്ചറിയുന്ന വ്യക്തികൾ ഭാഗ്യവാന്മാർ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം തിരിച്ചറിയുന്നു. മൂന്നാമതായിട്ട് കർത്താവിൻ്റെ വചനം പറയാണ്, നല്ല ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം, ആടുകൾ ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് അതിനെ അനുഗമിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് പ്രശ്നം. കേരളത്തിൽ എന്നല്ല, ലോകം മുഴുവൻ ഒരുപാട് ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ധ്യാനങ്ങൾ നടന്നതിൻ്റെ അളവും ധ്യാനങ്ങളിൽ വരുന്ന ആളുകളുടെ എണ്ണവും കണക്കൂട്ടി നോക്കിയാൽ ലോകം മാനസാന്തരപ്പെടേണ്ട സമയം പണ്ടേ തന്നെ കഴിഞ്ഞു. എന്തിന് 88 ധ്യാന കേന്ദ്രങ്ങളുള്ള കേരളം പറുദീസയാകേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ ധ്യാനം കൂടിയവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് രണ്ടും കൂടെ തള്ളി പുറത്തു വരും. എന്നിട്ടും എന്തേ കേരളം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ പ്രാന്താലയമായി മാറിയിരിക്കുന്നു? എന്തേ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഇവിടെ നടക്കുന്നു? എന്തേ ഏറ്റവും കൂടുതൽ കുടുംബ തകർച്ചകൾ ഇവിടെ നടക്കുന്നു? എന്തേ പ്രാർത്ഥിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം നടക്കുന്നു? എന്തേ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വേറൊരു പ്രാർത്ഥിക്കുന്നവനെ കണ്ടുകൂടാ? എന്തേ ഇത്രമാത്രം പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ പോലും ഉണ്ടാകുന്നു? ഇതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഒരുപാട് ആടുകൾ ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കുന്നുണ്ട്, പുല്ല് തിന്നുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം അകത്തോട്ടടിച്ചു വിടുന്നുണ്ട്. പക്ഷേ ആടുകൾ ഇടയനെ അനുഗമിക്കാൻ തീരുമാനമെടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇന്നലെ വരെ ഈ ആട് വന്ന വഴിയിൽ നിന്നും മാറി നടക്കാൻ ഇടയൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇടയൻ്റെ പിന്നാലെ പോകുന്നു എന്ന് പറയാൻ തീരുമാനമെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ അടുത്ത നാളിൽ മരിച്ചുപോയ യേശുവിൻ്റെ പക്കലേക്ക് പോയ സിസ്റ്റർ നിർമ്മല ജോഷിയെപ്പറ്റി നമ്മൾ പത്രങ്ങളിലെല്ലാം വായിച്ചു. മദർ തെരേസയുടെ പിൻഗാമിയായിട്ട് മദർ തിരഞ്ഞെടുത്ത ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരു മകളാണ് ഈ നിർമ്മല ജോഷി.
പ്രിയപ്പെട്ടവരെ, ഈ നിർമ്മല എന്ന് പറയുന്ന പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ യേശുവിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ കേട്ടു. എന്നാൽ ഒരു ദിവസം തൻ്റെ ആരാധനാലയത്തിൽ പോയിട്ട് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുന്ന വഴി കണ്ണിൽ ഒരു കരട് വീണു. ഈ കരട് എടുത്തു കളയാൻ ഒരു മരത്തിൻ്റെ തണലിലേക്ക് നിന്ന നിർമ്മല എന്ന ബ്രാഹ്മണ പെൺകുട്ടി കണ്ണടച്ച സമയത്ത് ക്രൂശിൽ കിടന്ന് പിടയുന്ന യേശുവിനെ ദർശനത്തിൽ കാണുകയാണ്. രക്തമൊഴുകിക്കൊണ്ട് ഏലി ഏലി ലാമാ സബക്താനി എന്ന് വാവിട്ട് നിലവിളിക്കുന്ന, മുൾമുടി അണിഞ്ഞ, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന യേശുവിനെ ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് ദർശനത്തിൽ കാണുകയാണ്. ഈ ഒരു പള്ളിയിൽ വെച്ചല്ല, ഒരു ധ്യാനത്തിൽ വെച്ചല്ല, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. സത്യത്തിൽ അതങ്ങ് തട്ടിക്കളഞ്ഞുകൊണ്ട് പോകാവുന്ന കാര്യമുള്ളൂ. ഒരു സ്വപ്നമോ ഒരു ദർശനമോ ഇത്ര ഗൗരവമായിട്ടെടുക്കണ്ട. പക്ഷേ നിർമ്മല എന്ന പെൺകുട്ടി തീരുമാനമെടുക്കുകയാണ്, ഞാൻ ഈ രക്ഷകൻ്റെ പിന്നാലെ പോകും, ഞാൻ എൻ്റെ ഇടയനെ അനുഗമിക്കും, അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും, മരണം വരെ ഞാൻ എടുക്കേണ്ടി വന്നാലും ഞാൻ പോകും. വീട്ടിൽ ചെന്ന് അപ്പച്ചനോട് പറഞ്ഞപ്പോൾ തന്നെ പിതാവ് പറഞ്ഞു, അങ്ങനെ ഒരു മകൾ എനിക്കില്ല എന്ന് ഞാൻ തീരുമാനമെടുക്കും. നീ അങ്ങനെ പോയാൽ ഞാൻ നിന്നെ പടിയടച്ച് പിണ്ടം വയ്ക്കും, നീ എനിക്ക് മരിച്ചതിന് തുല്യമാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർമ്മല എന്ന് പറയുന്ന ഈ പെൺകുട്ടി തീരുമാനമെടുക്കുകയാണ്, ഞാൻ ഈ ഇടയൻ്റെ പിന്നാലെ പോവുക തന്നെ ചെയ്യും. അവളുടെ അപ്പൻ അവളെ പടിയടച്ച് പിണ്ടം വെച്ചു. നേരെ ചെല്ലുന്നത് മദർ തെരേസയുടെ അടുത്തേക്കാണ്. അമ്മയെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ, എനിക്കാരുമില്ല, എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളെല്ലാം എന്നെ പടിയടച്ച് പിണ്ടം വെച്ചു. മദർ തെരേസ അവളെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീടെല്ലാം ചരിത്രമാണ്. വാഴ്ത്തപ്പെട്ട മദർ തെരേസയുടെ പിൻഗാമിയായിട്ട് മദർ മറ്റൊരാളെപ്പറ്റി ചിന്തിക്കുന്നു പോലുമില്ല. പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും ഉന്നതമായ തലത്തിലേക്ക് പോയി. നമ്മുടെ രാജ്യം പോലും ഉന്നതമായ പദവി നൽകി ആദരിക്കും തരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ മകളിൽ പ്രവർത്തിക്കും നമ്മൾ കാണുകയാണ്. എന്താണ് കാരണമെന്നറിയാമോ? ഇടയൻ്റെ പിന്നാലെ പോകുവാനെടുക്കുന്ന തീരുമാനമാണ്. സക്കേവൂസ് യേശുവിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഇടയൻ്റെ പിന്നാലെ പോകാൻ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള ചില നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതായത്, ഇന്നലെ വരെ ഞാൻ പോയ വഞ്ചനയുടെയും വെട്ടിപ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും വഴികൾ ഞാൻ ഉപേക്ഷിക്കുന്നു, വഞ്ചിച്ചെടുത്ത് ഞാൻ തിരികെ കൊടുക്കുന്നു, സത്യസന്ധതയുടെ മാർഗത്തിലൂടെ ഞാൻ കടന്നു വരുന്നു, എനിക്ക് ഇടയൻ്റെ പിന്നാലെ പോകണം. പ്രിയപ്പെട്ടവരെ, കുരിശിലെ കള്ളൻ അവനും തീരുമാനമെടുക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, അഗസ്തീനോസ് തീരുമാനമെടുക്കുകയാണ്, വ്യഭിചാരത്തിൻ്റെ വഴി വിട്ട് വിശുദ്ധിയുടെ വഴിയിലേക്ക് ഞാൻ പോകും. ഈ ഒരു തീരുമാനമെടുക്കാതെ നമ്മൾ കൈയടിച്ചും പാട്ടുപാടിയും പ്രൈസലോടും ഹല്ലേലൂയായും ഒക്കെ പറഞ്ഞു, എന്തൊരു പാട്ടായിരുന്നു, എന്തൊരു പ്രസംഗമായിരുന്നു, എന്തൊരു അഭിഷേകമായിരുന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം പലപ്പോഴും നമ്മൾ ധ്യാനം കഴിഞ്ഞ് പോവുകയാണ്. എന്തൊരു പ്രസംഗമായിരുന്നറിയാവോ, എന്താ പാട്ട് കേൾക്കേണ്ടതായിരുന്നു, അവിടുത്തെ ആരാധനയുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ധ്യാനം കഴിഞ്ഞ് പോവുകയാണ്. നമ്മൾ ഇടയൻ്റെ പിന്നാലെ പോകാൻ പലപ്പോഴും തീരുമാനമെടുക്കുന്നില്ല. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയാണ്, നല്ല ആടുകൾ ഇടയനെ അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം, ഏകസത്യ ദൈവമായ അവിടത്തെയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ടു നോ ഹിം ആൻഡ് ഹിസ് ഓൺലി ബിഗറ്റൻ സൺ ജീസസ് ക്രൈസ്റ്റ്, ഇറ്റേണൽ ലൈഫ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയം കൊണ്ട് ആഴമായിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തികളെയാണ്. ഞാൻ ചില പാവപ്പെട്ട മനുഷ്യരെ കണ്ടിട്ടുണ്ട്, 4-ാം ക്ലാസ് വരെയൊക്കെ ഉള്ളൂ, ശരിക്കും ബൈബിൾ തെറ്റാതെ വായിക്കാനൊന്നും അറിയത്തില്ല, റബ്ബർ വെട്ടുന്ന ചില ചേട്ടന്മാരാണ്, വളരെ പാവപ്പെട്ട മനുഷ്യരാണ്, കുടുംബം കഷ്ടിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന മനുഷ്യരാണ്, വീട്ടിൽ ചിലപ്പോഴൊക്കെ പട്ടിണിയുണ്ട്. പക്ഷേ അവരുടെ അടുത്തിരുന്നിട്ട് നമ്മളൊന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ ഈശോ എന്നൊന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ പുറത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന മനുഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുന്നുണ്ട്. ഇതേ അനുഭവമാണ് ഈ ചില പാവപ്പെട്ട മനുഷ്യർ, ഡോക്ടർക്കറിയാവോ, ഞങ്ങൾക്ക് ഈശോ ആരാന്നറിയാമോ എന്ന് ഇത്രയും പറയുന്നതിനകം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മേൽ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകുന്നു, നമ്മുടെ പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു. എന്താ കാര്യമെന്നറിയാമോ? ഈ വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ടവരായ മനുഷ്യർക്ക് യേശുവിനെ അറിയാം. ചിലരൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ബ്രദറെ, ഒന്ന് സ്വർഗത്ത് പോയാൽ മതി കേട്ടോ. ഞാൻ ചോദിക്കും, എന്താ കാര്യം? അവിടെ സ്വർണം കൊണ്ടാണ് റോഡുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, പിന്നെ നല്ല ഭക്ഷണം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ വലിയ കൊട്ടാരം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്, പൂന്തോട്ടവും കിളികളും, ഈ ഭൂമി ഇത്രയും സുന്ദരമാണ്, പിന്നെ സ്വർഗം ഇത്രയും എന്തായിരിക്കും? ഇപ്പം ഞാൻ തിരിച്ചവരോടൊരു ചോദ്യം ചോദിക്കും, അപ്പോൾ സ്വർഗം ഒരു ഓലക്കുടിലും അവിടെ എന്നും പഴങ്കഞ്ഞിയുമാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകണ്ടേ? സ്വർഗം ഒരു ഓലക്കുടിലും അവിടെ എന്നും പഴങ്കഞ്ഞിയും അച്ചാറും ആണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകണ്ടേ?
പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് സ്വർഗമെന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ ഉള്ള കാര്യങ്ങളാണോ പ്രധാനപ്പെട്ടത്, യേശുവാണോ? ഞാൻ അവരോട് പറയാറുണ്ട്, സ്വർണവും വെള്ളിയും ഒന്നും എനിക്ക് വേണ്ട. കാരണം ഇവിടെ വെച്ച് തന്നെ യേശുവിനെ നമ്മൾ അറിയും തോറും ഇതിനോടുള്ള ആകർഷണമൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ സ്വർഗത്തിൽ നിന്നിട്ട് ഈ സ്വർണത്തിൻ്റെ പിന്നാലെ ആരാ പോകുന്നത്? നമുക്ക് സ്വർഗത്ത് കൊട്ടാരവും കിളികളും നല്ല ഭക്ഷണവും ഈ സ്വർണവും വെള്ളിയും ഇതൊന്നുമല്ല. നമ്മുടെ ആകർഷണം യേശു ക്രിസ്തുവാണ്. ജീസസ് ഈസ് അവർ എവറിത്തിങ്. യേശുവാണ് നമുക്കെല്ലാം. അല്ലാതെ അവിടെയുള്ള റോഡുകളും കൊട്ടാരങ്ങളും അവിടെ നമുക്ക് തരാൻ പോകുന്ന കിരീടമൊന്നുമല്ല. ആർക്ക് വേണം ഈ കിരീടം? കിരീടം നമുക്ക് ആർക്കും വേണ്ട. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശ്രേഷ്ഠന്മാർ തങ്ങൾക്ക് കിട്ടിയ കിരീടം യേശുവിൻ്റെ കാൽപാദത്തിങ്കിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇതവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കിത് വേണ്ട എന്നേ, ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയെയാണ്. എന്നിട്ട് ആ ശ്രേഷ്ഠന്മാർ കുഞ്ഞാടിനെ ആരാധിച്ചു. ബഹുമാനവും സ്തുതിയും ആരാധനയും ആധിപത്യവും അങ്ങേക്കുള്ളതാണ്. അവർ മറ്റെല്ലാം മറന്നിട്ട് സ്വർഗത്തിലെ ഒരു സൗന്ദര്യം അവർ നോക്കുന്നില്ല. അവർ നോക്കുന്നത് യേശു ക്രിസ്തുവിനെ മാത്രമാണ്. ഞാൻ ഒരുപാട് പേരോട്ട് സംസാരിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ദൈവമേ, സ്വർഗത്തെങ്ങാനും ചെന്നിട്ട് ഇവർക്കൊരു ഓലക്കുടിലും എന്തെങ്കിലും ചമ്മന്തി റൊട്ടിയൊക്കെയാണ് കിട്ടുന്നെങ്കിൽ ഇവരവിടെ വെച്ച് പറയും, എനിക്ക് സ്വർഗം വേണ്ട, നരകത്തോട്ട് പൊക്കോളാം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ആകർഷിക്കേണ്ടത് അവിടെ കിട്ടാൻ പോകുന്ന കാര്യങ്ങളല്ല. നമ്മുടെ മനസ്സിപ്പോഴും കറക്റ്റായിട്ട് യേശുവിലായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നമ്മൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും, എന്തിന് സ്വർഗത്തിൻ്റെ സൗന്ദര്യം പോലും നമുക്കൊരു വിഷയമല്ല. നമ്മൾ സ്വർഗത്തിൽ എന്നാൽ ആദ്യം ചോദിക്കുന്നത് എവിടെ, എൻ്റെ യേശു എവിടെ എന്നായിരിക്കും. ഇംഗ്ലീഷിലൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അബ്രഹാമിനെ കാണണ്ട, ഇസഹാക്കിനെ കാണണ്ട, യാക്കോബിനെ കാണണ്ട, ഏലിയായെ കാണണ്ട, ഞാൻ സ്വർഗത്ത് ചെന്നിട്ടൊരു ചോദ്യം ചോദിക്കും, വേർ ഈസ് മൈ സേവിയർ? എൻ്റെ രക്ഷകൻ എവിടെ? എൻ്റെ കർത്താവ് എവിടെ? ഐ വോണ്ട് ടു സീ ജീസസ്. എനിക്ക് യേശുവിനെയാണ് കാണേണ്ടത്. മുറിവേറ്റ എൻ്റെ കർത്താവിനെ എനിക്ക് കാണേണ്ടത്. ഇതാണ് എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു. ആത്മബന്ധത്തിലേക്ക്, സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് നല്ല ഇടയനാണെന്ന് ഞാൻ അറിയുന്നു. എന്നെ നല്ല ഒരു ആടാക്കി മാറ്റണമേ. എൻ്റെ ജഡികമായ ഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം തരണമേ. ഇന്ന് വചനത്തിൽ കേട്ടതുപോലെ അങ്ങയെ സന്തോഷിപ്പിക്കുന്ന, അനുസരിക്കുന്ന, അങ്ങയുടെ വഴിയിലൂടെ വരുന്ന ഒരാടായി മാറുവാൻ എനിക്ക് കൃപ തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.